അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 75. അച്ഛൻ എന്തേ ആലോചിച്ചിരിക്കുന്നേ? കുറെ നേരമായല്ലോ. അഗ്നി അവനെ തന്നെ നോക്കി ആലോചനയോടെ ഇരിക്കുന്ന മോഹനോട് ചോദിച്ചു. അയാൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഏയ്, ഞാൻ വെറുതെ. അപ്പു പറഞ്ഞ പോലെ എൻ്റെ മോൻ എന്തോരം പേരാ ഈ പെണ്ണ് കണ്ടുവച്ചിരിക്കുന്നതെന്ന് ഓർക്കായിരുന്നു ഞാൻ. എന്തായാലും ദേവേട്ടൻ കൊള്ളാം, മോഹൻ പറഞ്ഞു. അഗ്നി ചിരിയോടെ തലയാട്ടി ജ്വാലയെ നോക്കിയപ്പോൾ അവൾ ചമ്മലോടെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. മതി മതി നിന്ന് ചമ്മിയത്. പോയി കൈ കഴുകി ഡ്രസ്സ് മാറ്റിയിട്ട് പോവാൻ നോക്ക്. ചിത്തിര അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. അവള് തലയാട്ടി കൈ കഴുകാനായി നടന്നു. കൈ കഴുകി വന്നപ്പോഴേക്കും അഗ്നി കഴിച്ചെഴുന്നേറ്റിരുന്നു. ജ്വാല കള്ളച്ചിരിയോടെ അവളുടെ കയ്യിലെ വെള്ളം അവന്റെ മുഖത്തേക്ക് കുടഞ്ഞു. അടി, അവൻ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ജ്വാല അവനെ നോക്കി നാക്ക് നീട്ടി. അത് കണ്ട് ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അഗ്നി പ്ലേറ്റുമായി കിച്ചണിലേക്ക് നടന്നു. ജ്വാല പുഞ്ചിരിച്ചുകൊണ്ട് അവനിൽ നിന്ന് നോട്ടം മാറ്റിയപ്പോഴാണ് അപ്പോഴും മുഖം വീർപ്പിച്ചുകൊണ്ട് ഒരുത്തൻ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അവളുടെ നോട്ടം കണ്ടതും അപ്പു അവളെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് നടന്നു. ജ്വാലയുടെ മുഖം മങ്ങി. മോഹൻ കൈകഴുകി വന്ന് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ റൂമിലേക്ക് നടന്നു. ജ്വാല നേരെ കിച്ചണിലേക്കും. അവിടെ ചെന്നപ്പോൾ അഗ്നി കഴിച്ച പാത്രം കഴുകി വെക്കുകയാണ്. അത് കണ്ട് ജ്വാല പുഞ്ചിരിയോടെ അവൻ ചെയ്യുന്നത് നോക്കി നിന്നു. തറവാട്ടിൽ കഴിച്ചതിന്റെ വേസ്റ്റ് ടേബിളിന് ചുറ്റും വെച്ച് കഴിച്ച പാത്രവും അതിനടുത്ത് തന്നെ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന രാജനെയും കിച്ചുവിനെയും കേശവനെയും അവൾ ആ നിമിഷം ഒന്ന് ഓർത്തു. ഒന്ന് തല കുടഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അങ്ങോട്ട് നോക്കവേ കണ്ടു അപ്പുവിന്റെ പ്ലേറ്റ് കൂടി വാങ്ങി കഴുകി വെക്കുന്നവനെ. ചിത്തിര അവരുടെ അമ്മയെ ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പു കൈ കഴുകി തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ജ്വാലയെ അവൻ കണ്ടത്. അവൻ അവളെ നോക്കി മുഖം വീർപ്പിച്ചു. ജ്വാല അവന്റെ മുന്നിലായി വന്നു നിന്നു. അഗ്നിയും അപ്പോഴാണ് അവളെ കാണുന്നത്. കുഞ്ഞാ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണേ, അഗ്നി അവളോട് കാര്യമായി പറഞ്ഞു. പൂവാ, ആരവേട്ടനോട് മിണ്ടണില്ല ദേവേട്ടാ, എന്നോട് മിണ്ടാൻ പറ, ജ്വാല വിഷമത്തോടെ അവനോട് പറഞ്ഞു. അഗ്നി സംശയത്തോടെ അപ്പുവിനെ നോക്കിയപ്പോഴാണ് അവന്റെ വീർത്ത മുഖം കണ്ടത്. അപ്പു, എന്തിനാ പിണക്കം? കുഞ്ഞനോട് മിണ്ടിക്കെ, വെറുതെ അവളുടെ മനസ്സ് വിഷമിപ്പിക്കാതെ, അഗ്നി സ്നേഹത്തോടെ അവനെ ശാസിച്ചു. അതിന് എനിക്ക് ആരോടും പിണക്കൊന്നും ഇല്ല ഏട്ടാ, ഇവൾക്ക് വെറുതെ തോന്നുന്നതാ, അതും പറഞ്ഞ് അവൻ ഹാളിലേക്ക് നടന്നു. ജ്വാല ചുണ്ടു പിളർത്തി അഗ്നിയെ നോക്കി. വല്ല ആവശ്യമുണ്ടായിരുന്നോ നിനക്ക് അവനെ കളിയാക്കാൻ? ഇനിയിപ്പോ എന്താ ചെയ്യ? അഗ്നി അവളോട് ആലോചനയോടെ ചോദിച്ചു. എനിക്കറിയില്ല ദേവേട്ടാ, ദേവേട്ടൻ ഒന്നുകൂടെ പറയോ ആരവേട്ടനോട് എന്നോട് മിണ്ടാൻ? അവൾ മങ്ങിയ മുഖത്തോടെ ചോദിച്ചു. അഗ്നി അവളുടെ തലയിലൊന്ന് തഴുകി. എന്തിനാപ്പോ ഇതില് ഞാൻ ഇടപെടുന്നേ? അത് നിങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് തീർക്ക്. നീ ഏട്ടത്തിയല്ലേ, നോക്കട്ടെ ഞാൻ നീ എങ്ങനെ ഈ കാര്യം ഡീൽ ചെയ്യുന്ന, അഗ്നി അവളോട് കുസൃതിയോടെ പറഞ്ഞു. അതിപ്പോ എന്തത്ര ഡീൽ ചെയ്യാൻ? എന്നോട് ആരവേട്ടം മിണ്ടൂലോ, എന്നാ മിണ്ടിക്ക്. അവള് തെളിച്ചമില്ലാതെ ഒന്ന് മൂളി. അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ അരവേട്ടൻ ഇത്ര ഭീകരനാണോ? നിന്നോട് മിണ്ടില്ലേ അവൻ? അഗ്നി സ്നേഹത്തോടെ ചോദിച്ചു. മിണ്ടും, പക്ഷെ അരവേട്ടന്റെ പൊന്നൂനെ ഇഷ്ടല്ല ദേവേട്ടാ, അതാ ഞാൻ അപ്പേട്ടാന്ന് വിളിച്ചപ്പോ ദേഷ്യം, അവൾ രഹസ്യമായി പറഞ്ഞു. ആണോ? അഗ്നിയും അവള് പറഞ്ഞതുപോലെ അവളോട് രഹസ്യമായി ചോദിച്ചു. അവൾ ചുണ്ടുപിളർത്തി. സാരല്ല, അതൊക്കെ ശരിയായിക്കോളും, ഇപ്പോ രണ്ടാളും പോയി മിണ്ടാൻ നോക്ക്, അഗ്നി പറഞ്ഞതും ജ്വാല തലയാട്ടിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു. കൂടെ തന്നെ പുഞ്ചിരിയോടെ അവനും. അപ്പു താഴെയുള്ള റൂമിൽ ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഡോറിൽ ജ്വാല വന്ന് തട്ടിയത്. അപ്പുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ ഗൗരവത്തോടെ പോയി ഡോറ് തുറന്നു. മുന്നിൽ അവനെ നോക്കി നിഷ്കളങ്കമായി ചിരിക്കുന്ന ജ്വാലയെ അപ്പു വാത്സല്യത്തോടെ നോക്കി. ആരവേട്ടാ, എന്നോട് പിണക്കാണോ? അവൾ അവനോട് പതിയെ ചോദിച്ചു. അല്ല, എനിക്കെന്തിനാ പിണക്കം? അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. പിന്നെ എന്തിനീ കവിളിങ്ങനെ വീർപ്പിച്ചു വെച്ചേക്കണേ? അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ ഒരു കുത്തു കൊടുത്തു. ആ എടി, നിനക്കത് എന്തോന്ന് പെണ്ണേ? അവൻ കവിളൊഴിഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവരെ രണ്ടാളെ നോക്കി സെറ്റിയിലിരിക്കുന്ന മോഹനെ അഗ്നിയും അപ്പു അപ്പോഴാണ് കണ്ടത്. അവൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ജ്വാലയ്ക്ക് നേരെ തിരിഞ്ഞു. ജ്വാല അവനെ നോക്കി വീണ്ടും ചിരിച്ചു കൊടുത്തു. അത് കണ്ടപ്പോ അപ്പുവിനും ചിരി വന്നു പോയി. ഇങ്ങനെ നിന്ന് ചിരിച്ച് ബാക്കിയുള്ളവന്റെ പിണക്കം അതിൽ അലിയിച്ചു കളയാതെ പോയി ഡ്രസ്സ് മാറിടി ഏട്ടത്തിപ്പെണ്ണെ, അപ്പു കുറുമ്പോടെ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. ജ്വാല വിടർന്ന കണ്ണോടെ അവനെ നോക്കി. അപ്പനോട് പിണക്കല്ലാന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഞാനോർത്തു ഞാൻ അപ്പേട്ടാന്ന് വിളിച്ചത് കേട്ട് ദേഷ്യായി കാണൂന്ന്, ജ്വാല അവനോട് സന്തോഷത്തോടെ പറഞ്ഞു. അതിന് നിന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്തിനാ? നിന്റെ മറ്റേ അവളുണ്ടല്ലോ പൊന്നു, ആ ജന്തുവിനല്ലേ പറയണ്ടേ, അവൾ ഒരുത്തിയായി പേരെനിക്ക് ഇട്ടേ, അവൻ ദേഷ്യത്തോടെ പല്ല് കടിച്ചു. എന്റെ പൊന്നു പാവാരവേട്ടാ, അവളൊന്നും പറഞ്ഞേക്കരുത്, എനിക്കിഷ്ടല്ല, ജ്വാല മുഖം വെറുപ്പിച്ചു. ഓ ഇല്ലായേ, ഞാനൊന്നും പറയുന്നില്ല, ഇപ്പൊ എന്റെ ഏട്ടത്തി പോയി റെഡി ആവാൻ നോക്ക്, നമുക്ക് കോളേജിൽ പോണ്ടേ.
വേണം, അവള് പറഞ്ഞു. അപ്പു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അത് കണ്ട് മോഹനും അഗ്നിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഏട്ടാ, ഇന്നും ഏട്ടൻ തന്നെയാണോ ഇവളെ കൊണ്ടുവരാൻ പോകുന്ന ഈവനിങ്ങില്? അപ്പു ചോദിച്ചു. ഏയ് അല്ലടാ, ഇന്നെനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇവിടെ കാറ് കിടപ്പുണ്ടല്ലോ, ശങ്കരേട്ടൻ കൊണ്ടുവന്നോളൂ ഇവളെ. അഗ്നി പറഞ്ഞതും അപ്പു തലയാട്ടി. അപ്പോ ദേവേട്ടൻ വരില്ലേ? ജ്വാല വിഷമത്തോടെ ചോദിച്ചു. അഗ്നി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മുന്നിലായി വന്നു നിന്നു. അങ്ങനെ എപ്പോഴും എനിക്ക് വരാൻ പറ്റില്ലടാ. ശങ്കരേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ആള് കൊണ്ടുവരൂട്ടോ നിന്നെ. ആളുടെ കൂടെ ധൈര്യമായിട്ട് വരാലോ. നമ്മുടെ ഡ്രൈവർ എന്നതിലുപരി കമ്പനിയല്ലേ നീ ആളോടും. അഗ്നി ചിരിച്ചു. ജ്വാലയ്ക്കും ആളെ നന്നായി അറിയാവുന്നത് കൊണ്ട് അവള് തലയാട്ടി. തൽക്കാലം എങ്ങനെ പോട്ടെ, പതിയെ നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാട്ടോ. എന്നിട്ട് ഒരു സ്കൂട്ടി വാങ്ങിത്തരാ. അപ്പൊ നിനക്ക് തനിച്ച് കോളേജിലൊക്കെ പോവാലോ. അഗ്നിയിൽ അത് പറയുമ്പോൾ സന്തോഷമാണ്. പക്ഷെ അത് കേട്ടപ്പോൾ ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞിട്ടുണ്ട്. ഏ, ഞാൻ സ്കൂട്ടി ഓടിക്കേ? നല്ല കാര്യേ, എനിക്ക് പേടിയാ, അവൾ പേടിയോടെ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അപ്പു അഗ്നിയും ചിരിച്ചു. ഇങ്ങനെയൊക്കെയല്ലേ പേടി മാറുക, എല്ലാം തനിയെ ചെയ്ത് പഠിക്കണം മോളെ. മോഹൻ അയാളുടെ അഭിപ്രായം പറഞ്ഞു. ജ്വാല വെറുതെ തലയാട്ടിയതേ ഉള്ളൂ. എന്നാലിനി സംസാരമൊക്കെ പിന്നെ. പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യേ. നിന്നെ കോളേജിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. അഗ്നി പറഞ്ഞതും ജ്വാല തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് നടക്കാനൊരുങ്ങി. പെട്ടെന്ന് അവളൊന്ന് നിന്നു. എന്താ? അഗ്നി ചോദിച്ചു. ഒന്നുമില്ല. അതും പറഞ്ഞ് അവൾ പാഞ്ഞു വന്ന് അപ്പുവിന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അപ്പു അവളെ ചിരിയോടെ നോക്കി. സോറി കേട്ടോ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ, അവള് പറഞ്ഞു. അപ്പു പെട്ടെന്ന് അവളുടെ കവിളിലും പതിയെ ചുണ്ടമർത്തി. ജ്വാല അവനെ കുറുമ്പോടെ നോക്കി. സാരല്ല കേട്ടോ, അതിന് സോറിയൊന്നും വേണ്ട. അപ്പു പറഞ്ഞതും അഗ്നിയും മോഹനും ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നതേയുള്ളൂ. ആണോ? അപ്പൊ സോറി വേണ്ടേ? എന്നാ സോറി തിരിച്ചെടുത്തുട്ടോ അപ്പേട്ടാ. അതും പറഞ്ഞ് ജ്വാല അവനിൽ നിന്നും വിട്ടുമാറി. ഡി, അപ്പു അവളെ ദേഷ്യത്തോടെ വിളിച്ചു. അത് കണ്ട് ജ്വാല ചിരിയോടെ മുകളിലേക്ക് പാഞ്ഞു. കുഞ്ഞ ഓടല്ലേ, പതിയെ പോടി. അവളുടെ ഓട്ടം കണ്ട അഗ്നി ശാസനയോടെ അവളോട് വിളിച്ചു പറഞ്ഞു. ജ്വാല അവനെ തിരിഞ്ഞു നോക്കി പതിയെ റൂമിലേക്ക് നടന്നു. അഗ്നി പ്രണയത്തോടെ അവളെ നോക്കി നിന്നു. ജ്വാല ആകെ മാറിപ്പോയി അല്ലേട്ടാ? അപ്പുവിന്റെ സ്വരത്തിൽ അത്ഭുതം. മാറും, ഇനിയും മാറും. അഗ്നിയുടെ സ്വരം ആർദ്രമായിരുന്നു. നല്ല രസമായിട്ടാ അവളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ. എനിക്ക് എന്തിഷ്ടാണെന്ന് അവളെ. താങ്ക്സ് ഏട്ടാ, അവളെ എൻ്റെ ഏട്ടത്തിയെ തന്നേനെ. അപ്പു അഗ്നിയെ സ്നേഹത്തോടെ നോക്കി. അഗ്നി മറുപടി പറയാതെ അവന്റെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അത് കണ്ട് അപ്പു അവനെ നോക്കി നിന്നു. ദിവസങ്ങളും മാസങ്ങളും പതിയെ മുന്നോട്ട് പോയി. ജ്വാലയുടെ അഗ്നിയുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 4 മാസം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രണയം അതുപോലെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും. ഇടയ്ക്കിടയ്ക്ക് ജ്വാല അവളുടെ ഫോണിൽ പൊന്നൂനെ വിളിക്കാറുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം അഗ്നി അവളുമായി മംഗലത്തേക്ക് പോയിട്ടില്ല. പക്ഷേ അവിടുത്തെ വിവരങ്ങളെല്ലാം അവൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ജ്വാലയുടെ സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അഗ്നി ഏർപ്പാടാക്കിയ ആളുകളാണ്. കേശവനും രാജനും ഒരുമിച്ച് ചെറിയൊരു തടിമിൽ നടത്തുന്നുണ്ടിപ്പോൾ. അതിനുള്ള സഹായം അരുന്ധതിയുടെ വീട്ടിൽ നിന്നായിരുന്നു. എല്ലാം പൊന്നു തന്നെ ജ്വാലയോട് പറയാറുണ്ട്. അവളെല്ലാം മൂളിക്കേൾക്കും. ആരും അടുത്തില്ലാത്തപ്പോൾ അവൾ ജ്വാലയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും. ചിത്രയോട് സംസാരിക്കാൻ ജ്വാല അവളോട് പറയാറുണ്ടെങ്കിലും നേരിൽ കാണുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞൊഴിയും പൊന്നു. കിച്ചുവിന്റെ അസുഖമൊക്കെ പൂർണ്ണമായും ഭേദമായി അവനിപ്പോ ബാംഗ്ലൂരിലാണ്. സുരഭിയും തന്റെ ആരോഗ്യം വീണ്ടെടുത്ത് അഗ്നിയോടുള്ള പക ഉള്ളിൽ നിറച്ച് നടക്കുകയാണ്. അവനോടുള്ള പ്രണയം അവൾക്ക് അന്നേ നഷ്ടമായിരുന്നു. ഇപ്പോൾ ഉള്ളത് ജ്വാലയുടെ സന്തോഷം നശിപ്പിക്കണമെന്ന ചിന്ത മാത്രമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്കലത്തരങ്ങേറുമ്പോഴും ഇങ്ങിവിടെ കൗസ്തുഭത്തിൽ സ്വർഗതുല്യമായൊരു ജീവിതം ജീവിക്കുകയായിരുന്നു ജ്വാല. പക്ഷെ ഇന്ന് വൈകുന്നേരം കോളേജ് വിട്ട് വന്നപ്പോൾ തൊട്ട് അവളുടെ മുഖം ആകെ മങ്ങിയിരിക്കുന്നത് ചിത്തിര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ ഒന്നുമില്ലാന്ന് പറഞ്ഞൊഴിഞ്ഞെങ്കിലും അവളുടെ മുഖത്തെ സങ്കടം ചിത്തിര ശ്രദ്ധിച്ചിരുന്നു. ചിത്രയുടെ മടിയിൽ കിടക്കുകയാണ് ജ്വാല. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അഗ്നിയുടെ അപ്പുവിന്റെ ചെറുപ്പത്തിൽ ഓരോ കുറുമ്പുകൾ പറയുകയായിരുന്നു ചിത്തു. അതെല്ലാം കേട്ട് അവളൊരു പുഞ്ചിരിയോടെ കിടക്കുന്നുണ്ട്. അഗ്നി ചെറുപ്പത്തിൽ നല്ല ദേഷ്യക്കാരനായിരുന്നുവെന്ന് ചിത്തിര പറഞ്ഞപ്പോൾ ജ്വാലയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം വന്നാ കൈ കെട്ടിയത് എന്താന്ന് വെച്ചാ വലിച്ചെറിയൂന്ന്. അത് കേട്ടപ്പോൾ അവൾക്ക് തറവാട്ടിൽ നിന്നും അവൻ സുരഭിയും കിച്ചുവിനെ ഉപദ്രവിച്ചതാണ് ഓർമ്മ വന്നത്. പുഞ്ചിരിയോടെ അവർ പറഞ്ഞത് കേട്ട് കിടക്കുമ്പോഴും കോളേജിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ ഓർത്ത് അവളിൽ അസ്വസ്ഥത നിറഞ്ഞിരുന്നു. പെട്ടെന്ന് മുറ്റത്തേക്ക് അഗ്നിയുടെ കാറ് വന്ന് നിന്നതും ജ്വാല ചിത്തിരയുടെ മടിയിൽ നിന്നും ഇറങ്ങി സിറ്റ് ഔട്ടിലേക്ക് ഓടി. അത് കണ്ട് ചിരിയോടെ ചിത്തിരയും പുറത്തേക്ക് നടന്നു. അഗ്നി കാറ് നിർത്തി ചിരിയോടെ അവളെ നോക്കി. അവന്റെ നോട്ടം കണ്ടതും അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന ജ്വാലയുടെ മുഖം മങ്ങി. അവൾ തൂണിൽ ചാരി അങ്ങനെ തന്നെ നിന്നു. അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ കാറിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഓടിയിറങ്ങി എൻ്റെ അടുത്ത് വന്ന് ഒട്ടുന്ന പെണ്ണാ. ഇന്നിപ്പോ എന്തു പറ്റിയാവോ? അഗ്നി ആകുലതയോടെ അവൾക്ക് അടുത്തേക്ക് വന്നു.
അപ്പോഴേക്കും അപ്പുവിന്റെ കാറും അവിടേക്ക് എത്തിയിരുന്നു. അതിൽ നിന്നും അപ്പുവും മോഹനും ഇറങ്ങി. അഗ്നി ജ്വാലയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടപ്പോ അവള് മുഖം വെട്ടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അഗ്നിയുടെ മുഖം മങ്ങി. അവൻ സംശയത്തോടെ ചിത്തിരയെ നോക്കി. കുഞ്ഞന് എന്തു പറ്റി അമ്മേ, വെയ്യേ? അവൻ വെപ്രാളത്തോടെ ചോദിച്ചു. അവൾക്ക് അസുഖമൊന്നുമില്ല കണ്ണാ, പക്ഷെ ഇന്ന് കോളേജിൽ നിന്ന് വന്നപ്പോ തൊട്ട് ആകെ ഒരു മൂഡ് ഓഫാ. എന്തൊക്കെ ആലോചിച്ചിരിക്കുന്ന കാണാ. ഇടയ്ക്ക് കണ്ണു നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ചിത്തിരയൊന്ന് നിശ്വസിച്ചു. അഗ്നി അവരെ അമ്പരപ്പോടെ നോക്കി. കണ്ണു നിറയ്ക്ക്? എന്നിട്ട് അമ്മ അവളോട് ചോദിച്ചില്ലേ? അവൻ ചോദിക്കുന്നതിനൊപ്പം അകത്തേക്ക് കയറി. പിറകെ തന്നെ അപ്പുവും മോഹനും. ഞാൻ ചോദിച്ചു, ഒന്നുമില്ലാന്നാ പറഞ്ഞേ. പക്ഷെ എന്തോ ഉണ്ടടാ. അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കാര്യം എന്താ? അവസാനം ഞാൻ പിടിച്ച് മടിയിൽ കിടത്തി അവൾക്ക് പണ്ടത്തെ ഓരോ കഥ പറഞ്ഞു കൊടുത്തപ്പോഴാ പെണ്ണൊന്ന് പുഞ്ചിരിച്ചു കണ്ടേ. ചിത്തിര പറഞ്ഞു. ഇനി ഈ കോളേജിൽ വല്ലവരും മോശമായി സംസാരിച്ചു കാണുവേട്ടാ അവളോട്? അപ്പു ചോദിച്ചു. മോഹന്റെ മുഖത്തും അതേ സംശയം. അഗ്നി ടി വിയിൽ നോക്കിയിരിക്കുന്ന ജ്വാലയൊന്ന് നോക്കി മുകളിലേക്ക് നടന്നു. എവിടേക്കാ കണ്ണാ? അവന്റെ പോക്ക് കണ്ട് ചിത്തിര ചോദിച്ചു. ഒന്ന് ഫ്രഷായിട്ട് വരാം അമ്മ. അതും പറഞ്ഞുകൊണ്ട് അവൻ നേരെ നോക്കിയത് ജ്വാലയാണ്. പക്ഷേ അവന്റെ നോട്ടം കണ്ടതും അതുവരെ അവനെ നോക്കി ഇരിക്കുകയായിരുന്ന ജ്വാല പെട്ടെന്ന് അവനിൽ നിന്ന് മുഖം തിരിച്ചു. അഗ്നി നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി റൂമിലേക്ക് കയറിപ്പോയി. ജ്വാല അത് കണ്ട് സോഫയിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. തന്റെ അരികിലായി ആരോ വന്നിരിക്കുന്നത് ജ്വാല അറിഞ്ഞു. അവൾ കണ്ണു തുറന്ന് അവളുടെ ഇരുവശത്തേക്ക് നോക്കി. അഗ്നിയും അപ്പും ഉണ്ട്. അവൾ രണ്ടാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്തു പറ്റിയടി ഏട്ടത്തി നിനക്ക്? ആകെ ഒരു സൈലന്റ്. നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ഒരു രസവും ഇല്ലാട്ടോ. അപ്പു പരിഭവത്തോടെ പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല അരവേട്ടാ, നിങ്ങൾക്ക് തോന്നണതാ. അവൾ പുഞ്ചിരിച്ചു. ആണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കരുതി നിന്റെ കോളേജിൽ വല്ല പ്രശ്നവും ഉണ്ടായിന്ന്. വല്ലവരും നിന്നെ ശല്യം ചെയ്തോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോ, നമുക്ക് ശരിയാക്കാം. അപ്പു കുറുമ്പോടെ പറഞ്ഞു. അവന്റെ ചോദ്യത്തിൽ ജ്വാലയൊന്ന് പതറി. ഏയ്, അങ്ങനെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പതിഞ്ഞു പോയിരുന്നു അവളുടെ സ്വരം. അഗ്നി ഒന്നും മിണ്ടാതെ അവളെ കേട്ടിരുന്നതേയുള്ളൂ. ആ സമയം അവൻ തന്നോടെന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി അവൾ അവനെ ഒന്ന് നോക്കി. ഭക്ഷണം കഴിച്ചാലോ? എനിക്ക് ഉറക്കം വരുന്നു. അഗ്നി അതാണ് അവളോട് പറഞ്ഞത്. അവള് മൂളിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഏട്ടാ, സംതിങ് ഫിഷി. അപ്പു ആലോചനയോടെ പറഞ്ഞു. ആ, അത് ഓക്കെ ആയിക്കോളും, നീ വാ, നമുക്ക് കഴിക്കാം. അതും പറഞ്ഞ അഗ്നിയും അവിടെ നിന്നും എഴുന്നേറ്റു. പതിവ് പോലെ അന്നും അഗ്നി തന്നെ അവൾക്ക് വാരിക്കൊടുത്തു. പക്ഷേ പതിവിന് വിപരീതമായി ഡൈനിങ് ടേബിളിന് ചുറ്റും സാധാരണയായി കേൾക്കാറുള്ള ജ്വാലയുടെ കുറുമ്പ് അന്ന് കേട്ടില്ല. മൊത്തത്തിൽ വീട് ഉറങ്ങിയതുപോലെ തോന്നി എല്ലാവർക്കും. എന്താ മോളെ, എന്തു പറ്റി അമ്മയുടെ കുട്ടിക്ക്? ജ്വാലയൊന്നും മിണ്ടാതെ അഗ്നി കൊടുക്കുന്നത് ഇരുന്ന് കഴിക്കുന്നത് കണ്ട് ചിത്തിര ചോദിച്ചു. എന്തോ ആലോചനയിലായിരുന്ന ജ്വാല ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. എന്താ അമ്മേ? അവൾ ചോദിച്ചു. മോഹൻ അവളെ സംശയത്തോടെ നോക്കി. എന്തുപറ്റി അച്ഛയുടെ കുറുമ്പിക്ക് ഇന്ന് ആകെ ഒരു സൈലന്റ്? കാര്യം പറയടാ. അയാൾ ചോദിച്ചതും അവൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല അച്ഛേ, ഉറക്കം വരിക, അത്രയുള്ളൂ. അവൾ പറഞ്ഞുകൊണ്ട് അഗ്നിയെ നോക്കി. അവൻ അപ്പോഴും അവളോടൊന്നും ചോദിച്ചില്ല. ജ്വാല അവനെ നോക്കി ഇരുന്നിട്ടും അവൻ അവളെ കഴിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്തില്ല. എനിക്ക് മതി. അവൾ പെട്ടെന്ന് കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റു. അഗ്നി അവളെ സംശയത്തോടെ നോക്കി. ഒന്നും കഴിച്ചില്ലല്ലോ? എനിക്ക് വേണ്ട, വിശപ്പില്ല. അതും പറഞ്ഞ് അവൾ കൈ കഴുകാൻ പോയി. അഗ്നി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. നെഞ്ചിൽ എന്തിനോ വല്ലാത്തൊരു ഭാരം. അവൾക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അസ്വസ്ഥമായ മനസ്സോടെ അവൻ അവൾ കൈകഴുകി കിടക്കാനായി റൂമിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അയ്യോ, നീയും മതിയാക്കിയോ മോനെ? ചിത്തിര വിഷമത്തോടെ ചോദിച്ചു. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. പതിഞ്ഞു പോയിരുന്നു അവന്റെ സ്വരം. അപ്പു മോഹനും ചിത്തിരയും അവനെ വിഷമത്തോടെ നോക്കിയിരുന്നു. തുടരും.